ഗ്രൗണ്ട് മുഴുവൻ പൂക്കളം ഒരുക്കിയ കാഴ്ച കാണാൻ കഴിയുന്ന ഇരളത്താണ്. 25,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പൂക്കളം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആനയുടെ ചിത്രമാണ്. ഈ ആനയ്ക്ക് പേര് മണിയൻ എന്നാണ്. അതിൻ്റെ പ്രതീകാത്മക ചിത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ ആന ഈ നാടുമായി അത്രമാത്രം ബന്ധമുള്ളൊരു കാട്ടാനയായിരുന്നു. ഒരാളെ ഉപദ്രവിക്കാതെ നാടുമായി സൗഹൃദത്തിലായിട്ടുള്ളൊരു ആന. 2019 ഇത് മറ്റൊരു ആനയുമായി ഒത്തുകൂടി അത് ചെരിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ നാട്ടുകാരന്ന് മൗനജാഥ വരെ നടത്തി ഈ ആനയ്ക്കുള്ള ആദരം അർപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മണിയൻ എന്നാണ് ഈ ആനയുടെ പേര്. അതിനെയൊപ്പം തന്നെ മാവേലിയുടെ ചിത്രവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗംഭീരമായ വമ്പൻ പൂക്കളമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്ര മനോഹരമായിട്ടുള്ള രീതിയിലുള്ള പൂക്കളം. ധാരാളം പേര് ഇവിടെ കാണാൻ വരുന്നു. കഴിഞ്ഞ 5-ാം തീയതി തുടങ്ങിയ ഓണാഘോഷമാണ് ഇരുളത്തിന്. അപ്പോൾ ഇരുളത്താണ് ഓണം എന്നുള്ളതാണ് ഇവരുടെ തീം. ഇത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ, നാട്ടുകാർ എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള മനോഹരമായ പൂക്കളം അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ ഓണം അവസാനിക്കുള്ളൂ, ഓണാഘോഷങ്ങൾ അവസാനിക്കുള്ളൂ. ഇവിടുത്തെ ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്. ആ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. അതാണ് അത്രയും മനോഹരമായ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂക്കളം ഇതായി മാറാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്.